Hi students, welcome back to another English class. Today we are going to discuss the remaining part of our activity, his first flight. Review based on the chapter, his first flight. Activity 2. What is review? Based on the discussion, prepare a review of the story. That is the question. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നല്ല ഒരു റിവ്യൂ എഴുതുക, ഒരു സ്റ്റോറിയുടെ റിവ്യൂ എങ്ങനെ എഴുതാം, അതിന് എന്തൊക്കെ ടിപ്സ് ആണ് വേണ്ടത് എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 1 റീഡ് ആൻഡ് റെസ്പോണ്ട് എന്നുള്ളത്. ഈ സ്റ്റോറിയുടെ യങ് സീഗലിന്റെ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓർക്കുന്നുണ്ടല്ലോ. അതിൽ സ്റ്റോറിയുടെ തീം അറിയാം, അതുപോലെ തന്നെ യങ് സീഗൽ ഫേസ് ചെയ്തിരുന്ന ക്രൈസിസ് എന്താണെന്നറിയാം, അവിടെ പാരൻസിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്നറിയാം. ഈ ഓഥർ ഉപയോഗിച്ചിരിക്കുന്ന ഡിഫറെന്റ് എക്സ്പ്രഷൻസ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയതാണ്. കൂടാതെ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി, ആ മെസ്സേജും കൂടെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നല്ലൊരു റിവ്യൂ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു ഗുഡ് റിവ്യൂക്ക് അല്ലെങ്കിൽ നല്ലൊരു റിവ്യൂ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് എ റിവ്യൂ? ഒരു സ്റ്റോറി റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവ്യൂ ഈസ് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റോറി ആൻഡ് അഡ്രസ്സസ് ദ ഓതേഴ്സ് പർപ്പസ്. ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എഴുത്തുകാരൻ, അതായത് ആരാണോ റിവ്യൂ എഴുതുന്നത് അയാളുടെ അഭിപ്രായമാണ്. അതും ഇതിനെക്കുറിച്ചുള്ള ആ സ്റ്റോറിയെ കുറിച്ചുള്ള മെയിൻ ആസ്പെക്ട്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓതറിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയാണ് ആ ഓതർ കൃതി എഴുതിയിരിക്കുന്നത്, ആ വർക്ക് ചെയ്തിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് വായിച്ചാൽ കിട്ടിയിരിക്കണം. The review gives a reader insight into the writer's intention and whether or not the story has made an impact on him. ശരിക്കും ആ സ്റ്റോറി അദ്ദേഹത്തിൽ റിവ്യൂ എഴുതുന്ന ആൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കണം. റീഡറിന്റെ ഒരു ഇൻസൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ആ റീഡർക്ക് ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു സ്റ്റോറി എത്രക്ക് തറോ ആയിട്ട് വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് നല്ലൊരു റിവ്യൂ എഴുതാൻ സാധിക്കുള്ളൂ. റൈറ്റിംഗ് എ റിവ്യൂ ക്യാൻ ബി ഈസിയർ ഇഫ് യു ഫോളോ എ ഫ്യൂ ഗൈഡ് ലൈൻസ്. അപ്പോൾ നല്ലൊരു റിവ്യൂ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു റിവ്യൂ തയ്യാറാക്കാൻ സാധിക്കും. റിവ്യൂ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. റിവ്യൂവിന്റെ തുടക്കം ഒരു ഹെഡിങ് വേണം. എല്ലാത്തിനും ഹെഡിങ് കൊടുക്കുന്നത് പോലെ റിവ്യൂക്ക് ഹെഡിങ് കൊടുക്കുമ്പോൾ ഏത് സ്റ്റോറിയുടെ റിവ്യൂ ആണോ അതാണ് ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. റിവ്യൂ ഓഫ് ദ സ്റ്റോറി ഏതാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്, ഇൻട്രൊഡക്ഷൻ ഒന്നും എഴുതണ്ട, അതിലെ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ ബേസിക് ഫാക്ട്സ് അബൌട്ട് ദ സ്റ്റോറിയാണ്. അതായത് ആ സ്റ്റോറിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ സ്റ്റോറിക്ക് ഉൾക്കൊള്ളിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ടൈറ്റിൽ. അപ്പൊ സ്റ്റോറിയുടെ ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാം, എന്താ സ്റ്റോറിയുടെ പേര്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. പിന്നെ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാ? ഹു ഈസ് ദ ഓതർ ഓഫ് ദ സ്റ്റോറി? ലിയാമോ ഫ്ലഹെട്ടി ആണ്. പിന്നെ സ്റ്റോറിയുടെ ജേണർ എന്താണെന്നറിയാം. വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റോറി ഈസ് ദിസ്? ഇതൊരു നോവലാണോ, ഷോർട്ട് സ്റ്റോറി ആണോ, അതൊരു ഫിലിം ആണോ, അതല്ല ഒരു അനക്ഡോട്ട് ആണോ, പിന്നെ ഓട്ടോബയോഗ്രഫി ആണോ, ട്രാവലോഗാണോ? അപ്പൊ അത് എല്ലാത്തിനും നമ്മൾ റിവ്യൂ എഴുതാറുണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റോറി ആണെന്നുള്ളത് എഴുതണം. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ എഴുതി തുടങ്ങുക. ലിയാമോ ഫ്ലഹെട്ടീസ് ഷോർട്ട് സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ ആയി. അതല്ലെങ്കിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് ലിയാമോ ഫ്ലഹെട്ടി. ഫസ്റ്റ് സെന്റൻസ് തന്നെ ആയില്ലേ? ഇനി അതിന്റെ ബ്രീഫ് സമ്മറിയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ബ്രീഫ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വേണ്ടത്? സെറ്റിംഗ്സ് വേണം. നമ്മൾ പഠിച്ചതാണ്. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറി എവിടെയാണ് നടക്കുന്നത്, എവിടെ ഈ സ്റ്റോറി ശരിക്കും നടക്കുന്നത്? സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഓൺ എ ലെഡ്ജ്, അല്ലെ, ഇൻ ദ സീ. അപ്പൊ ലെഡ്ജ് ഇൻ ദ മിഡിൽ ഓഫ് ദ സീ, അവിടെയാണ് സ്റ്റോറി നടക്കുന്നത്. പിന്നെ അടുത്തുണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. ആരൊക്കെയായി സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ്? യങ് സീഗൽ, 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, അതുപോലെ തന്നെ മദർ സീഗൽ ആൻഡ് ഫാദർ സീഗൽ. അപ്പൊ ഇത്രയും പേരാണ് ഈ സ്റ്റോറിയിലെ കഥാപാത്രങ്ങൾ. പിന്നെ നെക്സ്റ്റ് വേണ്ടത് അതിലെ ഇവന്റ്സ് ആണ്, മെയിൻ ഇവന്റ്സ്. ഈ സ്റ്റോറിയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ സ്റ്റോറി ശരിക്കും എഴുതിയിരിക്കുന്നത്? എന്താ മെയിൻ ആയിട്ടുള്ള ഇവന്റ്? ദ സ്റ്റോറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ മെയിൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ യങ് സീഗൽ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. 24 hours അദ്ദേഹം യങ് സീഗൽ ലെഡ്ജിലാണ്, അല്ലേ? അഫ്രൈഡ് ഓഫ് ഫ്ലൈങ്. എന്തുകൊണ്ടാണ് അവിടെ ലെഡ്ജിൽ നിൽക്കുന്നത്? അഫ്രൈഡ് ഓഫ് ഫ്ലൈങ്, പറക്കാനുള്ള പേടി കൊണ്ടാണ്. ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ
ഓൾസോ ഫ്ലൂ എവേ, എപ്പോഴോ പറന്നു കഴിഞ്ഞതാണ്. പക്ഷേ യങ് സീഗലിന്റെ പാരൻസ് വളരെ ലവിങ്ങും കെയറിങ്ങും ആയത് കാരണം ദേ ട്രൈ ടു അറ്റംപ്റ്റ് ടു ഫ്ലൈ, അവരെ പറക്കാൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ മെയിൻ സംഭവം, പറക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതിന് ദ പാരൻസ് അല്ലെങ്കിൽ മദർ ടെംപ്റ്റഡ് ഹിം ടു ഫ്ലൈ അല്ലെ, പ്രേരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രേരിപ്പിക്കുന്നത്? ബൈ ഗിവിങ് സം പണിഷ്മെന്റ്. ആ പണിഷ്മെന്റ് എന്തൊക്കെയായിരുന്നു? 24 hours സ്റ്റാവിങ് അല്ലെ, 24 മണിക്കൂർ പട്ടിണിക്കിട്ടു. അതുകൊണ്ട് പിന്നെ കൂടാതെ അവനെ ആർത്തി പിടിപ്പിക്കുകയാണ് ഫിഷ് കാണിച്ചുകൊണ്ട്. അപ്പൊ അറ്റ് ലാസ്റ്റ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഹി ഫ്ലൂ അല്ലേ, അവൻ അങ്ങനെ പറന്നു. അത്രയേ ഉള്ളൂ സ്റ്റോറി. കാരണം അങ്ങനെ യങ് സീഗലിന്റെ പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ലാക്ക് ഓഫ് കറേജ്. അത് രണ്ടിനെയും എടുത്തു മാറ്റാൻ ആരെ കൊണ്ട് സാധിച്ചു? യങ് സീഗലിന്റെ അമ്മയ്ക്ക് സാധിച്ചു. അപ്പൊ അത്രയും സംഭവങ്ങളാണ് നമ്മൾ ബ്രീഫായിട്ട് സമ്മറിയിൽ എഴുതിയേക്കേണ്ടത്. ആ ഫീലിംഗ് ഹംഗ്രി എന്നുള്ളതും മദർ സീഗൽ കെയറിങ്, പിന്നെ കമ്മിങ് നിയർ വിത്ത് പീസ് ഓഫ് ഫിഷ്. അപ്പൊ അതിലെ ക്ലൈമാക്സ്, റൈസിങ് ആക്ഷൻ, ഫാളിങ് ആക്ഷൻ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെക്കുക. യങ് സീഗൽ ജമ്പിങ് ഫോർ ദ ഫിഷ് പീസ്, അതാണ് അവസാനം അതാ വരുന്നത്. യങ് സീഗൽ ആ ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്തതോടുകൂടി അവിടെ കംപ്ലീറ്റ് ആയി. അതായത് ആ പാരൻസിന്റെ മോട്ടീവ് എന്തായിരുന്നു വെച്ചാൽ അത് സക്സസ് ആയി. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ പേഴ്സണൽ റിഫ്ലക്ഷൻസ് ആണ്. ഈ പേഴ്സണൽ റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞത് കമന്റ് ഓൺ ദ സ്റ്റൈൽ ഓഫ് ദ ബുക്ക്. ആ ബുക്കിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. അതായത് ഏതൊക്കെ രീതിയിലാണ് ബുക്ക് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് സ്റ്റൈല്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ സിമ്പിൾ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വളരെ ഈസി മെത്തേഡിൽ മനസ്സിലാകുന്ന രീതി, കോൺവെർസേഷണൽ സ്റ്റൈലിലാണെങ്കിൽ കോൺവെർസേഷണൽ സ്റ്റൈൽ എന്ന് കൊടുക്കാം. ആ രീതിക്കാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അതേ പോയിന്റിൽ തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഡിസ്കഷൻ വാട്ട് യു ലൈക്ക് ഓർ ഡിസ്ലൈക്ക് അബൌട്ട് ദ സ്റ്റോറി. നിങ്ങളുടെ അഭിപ്രായം എഴുതണം. ഈ സ്റ്റോറി ഇഷ്ടമായോ അതോ സ്റ്റോറി ഇഷ്ടമായില്ലേ എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതിയേക്കേണ്ടത്. അപ്പോൾ ദ സ്റ്റോറി ഈസ് വെരി, എക്സാമ്പിൾ പറയാം, ദ സ്റ്റോറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആസ് ഇഫ് മെറ്റഫോറിക്കലി റെപ്രസെന്റ് ദ ഹ്യൂമൻ നീഡ് ടു ബി സെൽഫ് റിലയന്റ്. അപ്പൊ എന്തായിരുന്നു ശരിക്കും സ്റ്റോറി ഇൻട്രസ്റ്റ് ആവാനുള്ള കാരണം? ഈ സ്റ്റോറി ഏകദേശം ഒരു മനുഷ്യരുമായി സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരു സെൽഫ് സഫീഷ്യന്റ് എങ്ങനെ ആയിത്തീരാം എന്നുള്ള നല്ലൊരു മെസ്സേജാണ് സ്റ്റോറി പാസ് ചെയ്യുന്നത്. ഈച്ച് പേഴ്സൺ അണ്ടർഗോസ് സിമിലർ എക്സ്പീരിയൻസ് ഇൻ ദർ വില്ലേജ് അല്ലെ. ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അതിന്റെ റീസൺ നമുക്ക്, കാരണം ഈ സ്റ്റോറി ഇഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് കിട്ടി. ഇനി അതുപോലെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ സ്റ്റോറി വിത്ത് അതർ സ്റ്റോറീസ്. ഇതുപോലത്തെ വേറെ ഏതെങ്കിലും സ്റ്റോറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോറി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മളെ ഫസ്റ്റ് സ്പീച്ച് വേണമെങ്കിൽ പറയാം. അവിടെ ആരാണ് അവിടെ സപ്പോർട്ടീവായിട്ട് നിന്നത്? അവിടെ ഡെന്നിസ് ഹാങ്ക് അല്ലെ. അപ്പൊ ആ കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ യൂസ് എ ഫ്യൂ ഷോർട്ട് കോട്ട്സ് ഫ്രം ദ ബുക്ക് ടു ഇലസ്ട്രേറ്റ് യുവർ പോയിന്റ്സ്. കാരണം ബുക്ക് നമ്മൾ വായിച്ചിട്ട് തന്നെയാണ് റിവ്യൂ എഴുതുന്നത് എന്നുള്ളതിന് ഏതെങ്കിലും നല്ല ലൈൻസ് കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആ റിവ്യൂവിൽ ഉൾപ്പെടുത്താം. പിന്നെ ക്രിറ്റിക്കൽ അനാലിസിസിലാണ് നമ്മൾ എഴുതുന്നെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. വിമർശനാത്മകമായ രീതിയിലാണ് നമ്മൾ റിവ്യൂ എഴുതുന്നതെങ്കിൽ ഓതേഴ്സ് പർപ്പസ് ഫോർ റൈറ്റിംഗ് ദ സ്റ്റോറി അതെല്ലാത്തിലും എഴുതണം. കാരണം ഇതിന്റെ മെസ്സേജ്, ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞാണ് എവരി വൺ ടു ബി സെൽഫ് സഫീഷ്യന്റ്. അതാണ് ആ സ്റ്റോറി അല്ലെ. അണ്ടർലൈൻസ് the message that everyone needs to be self-sufficient. It also emphasizes the importance of പാരന്റൽ മോട്ടിവേഷൻ. ഒരാൾ സെൽഫ് സഫീഷ്യന്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സപ്പോർട്ടിങ്, അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 3 പാരഗ്രാഫിനകത്താക്കിയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ, റിവ്യൂ എഴുതി കഴിഞ്ഞാൽ വളരെ ഭംഗിയായി വായിക്കുന്നവർക്ക് സ്റ്റോറിയുടെ മെയിൻ ആസ്പെക്ട്സ് മനസ്സിലാവും. സ്റ്റോറിയുടെ മെസ്സേജ് നമുക്ക് ഇങ്ങനെ പറയാം: ദ സ്റ്റോറി ഈസ് ഹൈലി ഇൻസ്പയറിംഗ്, മെറ്റഫോറിക്കൽ ആൻഡ് തേർഡ് പേഴ്സൺ നരേഷനും കൂടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ സ്റ്റോറിയുടെ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ചോദിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? തേർഡ് പേഴ്സൺ നരേഷൻ ആണ്. അതുപോലെ തന്നെ ദ ഓതർ യൂസ്ഡ് വെരി സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് ടു ടെൽ ഹിസ് സ്റ്റോറി അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദർ ആർ മെനി ഡ്രാമാറ്റിക് സിറ്റുവേഷൻസ് ഇൻ ദ സ്റ്റോറി അല്ലെ. അതുപോലെ തന്നെ ഡയലോഗ്സ് ഒരുപാട് വരുന്നുണ്ട്. ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്ലേസസ് ആൻഡ് ബേർഡ്സ് ആർ എക്സലന്റ് ആൻഡ് ദി ഇമേജസ് ആർ ഗെറ്റ് വെരി ആർ ലൈവ്ലി. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ കുറെ ഡിസ്ക്രിപ്ഷൻസും എക്സ്പ്രഷൻസും, അത് ഓരോ പ്ലേസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, മൂവ്മെന്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വളരെ ഭംഗിയായിട്ട് ഓതർ വിവരിച്ചിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ എല്ലാ സ്റ്റോറിയിലും റിവ്യൂ എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹി ഹാസ് യൂസ്ഡ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് പേഴ്സോണിഫിക്കേഷൻ. അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും അലങ്കാരികമായിട്ട് പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ റൈറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹി ഹാസ് ഗിവൺ എ ഗുഡ് മെസ്സേജ് ടു ഓൾ. എല്ലാ സ്റ്റോറിക്ക് പിന്നിലും ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലേ? ഇവിടുത്തെ മെസ്സേജ് എന്താണ്? ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു ബി കറേജിയസ്, കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. നോ പെയിൻ നോ ഗെയിൻ, വിത്തൗട്ട് ഗെയിൻ അല്ലേ? ശരിക്ക് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. വേദന ഇല്ലാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. സ്ട്രഗിൾ ചെയ്യണം. എന്ത് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് വളരെ ഭംഗിയായിട്ട് കിട്ടും. അങ്ങനെ സ്റ്റോറിയുടെ റിവ്യൂ മനസ്സിലായല്ലോ. ഒരു 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് നമ്മൾ റിവ്യൂ എഴുതി വെക്കേണ്ടത്. ഒരു റിവ്യൂ ഫോർമാറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. Now look at the textbook activity 2, ഒരു tree diagram. Read the story once again, identify the factors that prevented the seagull from flying and those that favored his flight. Now complete the tree diagram. അപ്പോൾ നമുക്കറിയാം at the first of the story, beginning of the storyയിൽ നമ്മളെ യങ് സീഗലിന് ഒരുപാട് പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞു. പക്ഷെ അവസാനമായപ്പോഴേക്കും ഹി ക്യാൻ ഫ്ലൈ. അവന്റെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അവൻ എന്ത് ചെയ്തു? തരണം ചെയ്തുകൊണ്ട് അവൻ പറന്നു കഴിഞ്ഞു. ഇവിടെ 2 സിറ്റുവേഷൻ ആണുള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷൻ അവനെ പറക്കാൻ സമ്മതിക്കാത്തത് എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ദ ഫെയിലർ ഓഫ് ഹിസ് ലൈഫ്, അവന്റെ ജീവിതത്തിലെ പരാജയം കാണിക്കുന്നത്. രണ്ടാമത്തത് സീഗലിന്റെ ലൈഫിൽ സക്സസ് ആയതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി അല്ലെ. അപ്പൊ ഈ 2 സംഭവങ്ങൾക്ക് പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ഫെയിലർ ആയിരുന്നത്? അപ്പൊ നമുക്കറിയാം ഫെയിലർ എന്നുള്ളതിൽ അവിടെ കൊടുത്തിരിക്കുന്ന കാരണമല്ലേ, ഫിയർ മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ള നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ ഫെയിലർ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അവന്റെ പേടിയാണ്. പിന്നെ രണ്ടാമത് നേരത്തെ നമ്മൾ പറഞ്ഞു പേടി മാത്രമായിരുന്നു. പേടി എന്ത് കണ്ടിട്ടായിരുന്നു പേടി? ആ വേസ്റ്റ് സീ അല്ലെ, അവന്റെ താഴെ നിൽക്കുന്ന വലിയ വിശാലമായ സമുദ്രം കണ്ടിട്ട് അവന് പേടിയായിരുന്നു. പിന്നെ കൂടാതെ അവൻ എന്തുണ്ടായിരുന്നു? ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ദാറ്റ് ഈസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ആ ലാക്ക് ഓഫ് കോൺഫിഡൻസും ഇതിനൊരു കാരണമാണ്. പിന്നെ മൂന്നാമത്തെ കാരണം, അവസാനം അവൻ പറക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അവന് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ അവനൊരു ലക്ഷ്യം ഉണ്ട് അവിടെ, കാരണം ആ ഫിഷ് ആയിരുന്നു അവന്റെ ലക്ഷ്യം. അപ്പൊ ഇവിടെ അവൻ എന്തില്ല? ലാക്ക് ഓഫ് എയിം ആണ്, ലക്ഷ്യം ഇല്ല ഇപ്പോ. കാരണം ഇപ്പൊ തലേ ദിവസം എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവനത്രക്ക് വിശപ്പില്ല. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവന് വിശപ്പ് കൂടിയത്. അപ്പൊ അവന് സക്സസിലേക്ക് എത്താനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കി എന്തൊക്കെയായിരിക്കാം. ഇവിടെ ഒരൊറ്റ നീഡ്, അപ്പൊ അവനൊരു ആവശ്യമുണ്ട്. എന്തായിരുന്നു? അവന്റെ വിശപ്പ് മാറ്റണം എന്നുള്ളത്. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവന് പറന്നത്? എൻകറേജ്മെന്റ് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ്, സപ്പോർട്ട് ഓർ എൻകറേജ്മെന്റ്. ആരുടെ സപ്പോർട്ട് എൻകറേജ്മെന്റ് ആയിരുന്നു? അമ്മയുടെ
സപ്പോർട്ടും ബാക്കിയുള്ളവരുടെ എൻകറേജ്മെന്റും. പിന്നെ അടുത്തത് ഏതാ വരിക? പെർസീവറൻസ്. അവന് ഹാർഡ് വർക്ക് ചെയ്തോ, അവൻ വർക്ക് ചെയ്തു കുറച്ചൊക്കെ അല്ലേ. ഇപ്പൊ ഇവിടെ അവൻ എന്തുണ്ട്? എയിം ഉണ്ട്. അപ്പൊ 4 കാര്യങ്ങളായാലോ. ഇപ്പൊ അവന് കറേജും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ കോൺഫിഡൻസ് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അവനൊരു ഡിറ്റർമിനേഷനും കൂടെ ഉണ്ടായിരുന്നു, ഒരു ദൃഢനിശ്ചയം. കാരണം ആ ഫിഷ് അവന് കിട്ടണം എന്നുള്ള ഒരു വാശി. അപ്പൊ അതും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ സക്സസിലേക്ക് എത്താനുള്ള മാർഗങ്ങളും കഴിഞ്ഞു. ആക്ടിവിറ്റി 4, തിങ്ക് ആൻഡ് റെസ്പോണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ബിലീവ് ദാറ്റ് യു ഓൾസോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ യുവർ ലൈഫ്? നിങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. യെസ് എന്ത് പറഞ്ഞാലും നമ്മൾ യെസ് തന്നെ പറയണം. കാരണം ഐ ഡു ബിലീവ് ദാറ്റ് ഐ ഓൾസോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ മൈ ലൈഫ്. എന്തുകൊണ്ടാണ്? പക്ഷെ എന്ത് ചെയ്യണം? വെറും ആത്മവിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, വി ഷുഡ് വർക്ക് ഫോർ ദാറ്റ് അല്ലെ. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. വാട്ട് സോർട്ട് ഓഫ് സപ്പോർട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ ഫാമിലി? അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടത്? അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാം വി നീഡ് സപ്പോർട്ട് ഫ്രം അവർ ഫാമിലി എന്ന് പറയാം. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട്? ഏതൊക്കെ സപ്പോർട്ടാണ് കിട്ടുന്നത്? അപ്പൊ നമുക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാല് മോറൽ സപ്പോർട്ട് മാത്രം പോരാ, ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, സൈക്കോളജിക്കൽ. ഇപ്പൊ യങ് സീഗലിന് കൊടുത്തൊരു മാനസിക പിന്തുണ, സൈക്കോളജിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ മോറൽ സപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക് വേറൊരു സപ്പോർട്ടും കൂടി ഫാമിലിയിൽ നിന്ന് കിട്ടണം. കാരണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട്, അതില്ലാതെ നമുക്കൊന്ന് ജീവിക്കാൻ സാധിക്കില്ല അല്ലെ. പഠിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ അംബീഷൻസ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ക്യാഷ് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടി വി എക്സ്പെക്ട് ഫ്രം അവർ ഫാമിലി. നെക്സ്റ്റ്, ക്യാൻ ദെയർ സപ്പോർട്ട് അലോൺ ഹെൽപ്പ് യു ടു ഇൻ ഫുൾഫില്ലിംഗ് യുവർ അംബിഷൻ? അവരെല്ലാ സപ്പോർട്ടും നമുക്ക് തന്നു, അതുകൊണ്ട് മാത്രം നമ്മൾ പാസ്സാവോ? അതല്ലെങ്കിൽ നമ്മൾ അംബിഷൻ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ദെയർ സപ്പോർട്ട് അലോൺ വിൽ നോട്ട് ഹെൽപ്പ്. ഒരിക്കലും അവരുടെ സപ്പോർട്ട് മാത്രം നമ്മളെ സഹായിക്കില്ല. ആദ്യം സപ്പോർട്ടിനേക്കാൾ വേണ്ടത് നമുക്ക് എന്താണ്? വി മസ്റ്റ് ഹാവ് ഹാർഡ് വർക്ക്. നമ്മളെ വർക്കാണ്, നമ്മൾ ചെയ്യേണ്ട വർക്കാണ്. കാരണം വി ഷുഡ് ബി കറേജിയസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അത് നേടിയെടുക്കും എന്നുള്ള നമ്മുടെ ആ ഡിറ്റർമിനേഷൻ, ആ ഉറച്ച തീരുമാനം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ വേണമെങ്കിലും വിജയിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ആർ ദ റിക്വയർമെന്റ് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്? അപ്പൊ ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? വാട്ട് ആർ ദ റിക്വയർമെന്റ്സ്? അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടത്? അപ്പൊ യങ് സീഗലിന്റെ ലൈഫിനെ നോക്കിയെടുക്കാൻ പറയാം. ആദ്യം വേണ്ട നമുക്കൊരു ലക്ഷ്യമാണ്, എയിം, ഒരു ഗോൾ അല്ലെ. അപ്പൊ ആ ഗോളിലേക്ക് എത്തും എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം, ഒരു ഉറച്ച തീരുമാനം വേണം ആണല്ലോ. അപ്പൊ തീരുമാനം മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, അതിലേക്ക് എത്താനുള്ള വർക്ക് നമ്മൾ ചെയ്യണം. പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു മോട്ടിവേഷനും കൂടെ പിന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതിലേക്ക് എത്താൻ ശ്രമിക്കും. സപ്പോർട്ട് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ്, പല രീതിയിലുള്ള സപ്പോർട്ടും കൂടെ നമുക്ക് വേണം. പിന്നെ സെൽഫ് കോൺഫിഡൻസ്, അപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ആർ സെൽഫ് കോൺഫിഡൻറ്റ്. നമ്മൾ എന്തായിട്ട് മാറി? സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടണം. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവില്ല. അപ്പൊ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പൊ അഡിക്വേറ്റ് ആൻഡ് മെറ്റീരിയൽ, ഇന്റലക്ച്വൽ റിസോഴ്സസ് ഒക്കെ നമുക്ക് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സക്സസിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.